ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ KSRTCയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും കാറൊന്നും ഉണ്ടാവില്ല. എൻ്റെ കാര്യം പറയാം, എനിക്ക് കാറൊന്നും, എനിക്ക് ബൈക്കുള്ളൂ. കുറേ സ്ഥലങ്ങൾക്ക് പോകാൻ നല്ല താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിന് പറ്റിയതാണ് KSRTCൻ്റെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. ഇതിപ്പോൾ പോയത് മലക്കപ്പാറ ഇല്ലിക്കക്കല്ല് ട്രിപ്പാണ്. അപ്പോൾ KSRTC ആയിരിച്ച് എല്ലാവരും ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പോകാൻ പറ്റും, അങ്ങനെയല്ല, ഫുൾ ഫ്രണ്ട്ലിയേക്കാണ്. ഒക്കെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോലെ. സ്ട്രേഞ്ച് ട്രിപ്പ് തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ എന്താ വെച്ചാൽ കണ്ടക്ടറൊക്കെ ഫുൾ ഫ്രണ്ട്ലിയേക്കാണ്. നമുക്ക് പാട്ട് പാടാൻ തുടങ്ങാൻ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതിന്. തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളല്ലാത്ത എല്ലാവരും പാടി. ഇനി നിൽക്കുന്ന ആൾ എൻ്റെ മലയാളപ്പുറത്തോടെ എല്ലാ ആളാണ് അങ്ങനെ തുടങ്ങി. രാവിലെ 4 മണിക്കാണ് തുടങ്ങിയത്. ഇതിന് മെച്ചം എന്താ വെച്ചാൽ സുബൈക്ക് ഒരു പള്ളിക്ക് എത്തി. ബാക്കി പിന്നെ നമ്മൾ സുബൈസ്കാതെ എത്തിരും. പിന്നെ അങ്ങനെ സെറ്റായി. ഇയാൾ പാടി തുടങ്ങിയാണെങ്കിൽ പിന്നെ വേറെ ആർക്കും മൈക്ക് കൊടുക്കില്ല, അത്ര സ്ട്രോങ് പാട്ട്. പിന്നെ വേറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായില്ല, ഒരു ഇൻറ്റു പറഞ്ഞാണ്ട്. കാരണം എല്ലാവർക്കും എല്ലായിടത്തും അവസരങ്ങളൊന്നും കിട്ടില്ല, ഇങ്ങനെ ചില സ്ഥലങ്ങളിലേക്ക് കിട്ടും. നല്ല രസത്തിൽ പോകും. ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, നമ്മളെ മലങ്കര ഡാം. പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതെ, നമ്മളെ പുള്ളിപ്പാടത്ത് ഇറക്കാൻ ഒരു ഷട്ടർ തുറന്നിങ്ങനെ ടൈർ വാട്ടർ പിടിച്ചാണ് പുള്ളിപ്പാടം പോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വെയിലാണ്, പെട്ടെന്ന് പോകും. പിന്നെ നമ്മൾ ഇതാണ് ഇല്ലിക്കക്കല്ല് നമുക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. ഈ ഒരു കല്ലിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാനാണ് ടാസ്ക്. കണ്ടോ, ഈ ഒരു 1 കിലോമീറ്ററോളം നടന്ന് ഒരു കുത്തനുള്ള കയറ്റം കയറിയിട്ട് പോകണം. നല്ല ചൂടായിരുന്നു. 1 മണി 2 മണിക്ക് എത്തി. പിന്നെ നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷനാണ് നമ്മളെ ഇലവിയ പൂഞ്ചിറ. അത് നമുക്ക് കേട്ടുപരിചയുള്ള സ്ഥലമാണ്. മറ്റേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് ട്രക്കിങ് നല്ലത്, നല്ല ഓഫ് റോഡാണ്, പക്ക ഓഫ് റോഡാണ്. ഒന്നും പറയാത്ത രീതിയിൽ പോകേണ്ടി വരും. കാരണം കുറേ ലേഡീസൊക്കെ അല്ലേ, വയസ്സായ ആൾക്കാരൊക്കെ ഉള്ളത്. കാരണം വീട്ടിൽ മക്കളൊപ്പം പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല. അങ്ങനത്തെ ടീം അധികം പോകുന്നത്. പല കുത്തി കുലുങ്ങി എത്തി. പിന്നെ നമ്മളെ ഈ പടം ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മളെ സൗബിൻ സാഗറൊക്കെ ഉണ്ടായ സ്ഥലം. ഇവിടെ നമ്മുടെ മലപ്പുറക്കാരെത്തിക്കുന്നത്. അതാണ് ആ ഫാൻ അങ്ങനെ കിടക്കുന്നത്. കാരണം ഒരു സൈൻ ബോർഡ് വേണമല്ലോ. സംഭവം നല്ല സ്ഥലമാണ് ഷൂട്ട് ചെയ്ത സ്ഥലം, നല്ല കാറ്റും. പിന്നെ മുനിയറ പറഞ്ഞാണ്ട് ഏതോ കൊണ്ടുത്തിയാണ്ട് കുറച്ച് വെള്ളം വെച്ച് തന്നതിന് കുഴപ്പം നല്ല രസമുണ്ട്. മുനിമാർ തപസ്സുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ രസം പറഞ്ഞാൽ അവിടെ പോയി നോക്കണം. നല്ല തണുപ്പാണ്, തണുപ്പ് സ്ഥലം. അതിനിടയ്ക്ക് ഒരാളെ വയറിട്ടാണ്ട് പാമ്പടിച്ചേറാണ്ട് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തു. പിന്നെ അവസാനം കൺക്ലൂഷനായി ഫുള്ള് ഡാൻസ്, എല്ലാവരും എൻജോയ് ചെയ്താണ്ട് അവസാനം ഒരു വൈൻഡപ്പിങ് ഫുൾ സെറ്റ്. എല്ലാവരും കളിച്ച് ഡാൻസ് കളിച്ച്. ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, നമ്മളെ പോലെ നാടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു രസമാണ്. നമുക്ക് ഇങ്ങനത്തെ ട്രിപ്പ് എന്തായാലും നോക്കാം. ഞാൻ പോയത് മലപ്പുറം. ഇതാണ് എൻ്റെ അവസാനം.